ഭരണഘടനയുടെ ചരിത്രത്തിലും അവിടുത്തെ കുടിയേറ്റ നിയമങ്ങളിലും ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിനാണ് US സുപ്രീം കോടതി അടുത്തിടെ സാക്ഷ്യം വഹിച്ചത്. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വയമേ പൗരത്വം നൽകുന്ന ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് നിയമം നിയന്ത്രിക്കാനും റദ്ദാക്കാനുമുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് സുപ്രീം കോടതി തള്ളി. US സുപ്രീം കോടതിയുടെ ഈ ചരിത്രവിധി അമേരിക്കയിലുള്ള ലക്ഷക്കണക്കിന് വിദേശ കുടിയേറ്റക്കാർക്കും പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള വിദേശികൾക്കും IT പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും നൽകുന്ന ആശ്വാസം വാക്കുകൾക്ക് അതീതമാണ്. ഭരണഘടനയുടെ 14-ാം ഭേദഗതി ഉറപ്പു നൽകുന്ന പൗരത്വ അവകാശത്തെ പരമോന്നത കോടതി ഉയർത്തിപ്പിടിച്ചപ്പോൾ അത് US-ലെ ഇന്ത്യൻ കുടുംബങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. ഈ വിധി ഇന്ത്യക്കാർക്ക് എങ്ങനെയൊക്കെയാണ് ആശ്വാസം നൽകുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കോടതി വിധിയിലെ പ്രധാന വിവരങ്ങളും പശ്ചാത്തലവും എന്താണെന്ന് ആദ്യമേ നമുക്കൊന്ന് നോക്കാം. തന്റെ 2ാം ഭരണകാലത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച ഏറ്റവും വിവാദപരമായ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒന്നായിരുന്നു ജന്മാവകാശ പൗരത്വം റദ്ദാക്കൽ. നിയമവിരുദ്ധമായി രാജ്യത്ത് കഴിയുന്നവരുടെയും വിനോദസഞ്ചാരികളായി എത്തുന്നവരുടെയും താൽക്കാലിക വിസകളിൽ ജോലി ചെയ്യുന്നവരുടെയും US-ൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഇനി മുതൽ പൗരത്വം നൽകില്ലെന്നതായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ ഈ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതി 6-3 എന്ന ഭൂരിപക്ഷത്തിൽ തള്ളിക്കളഞ്ഞു. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് എഴുതിയ ഭൂരിപക്ഷ വിധിന്യായത്തിൽ അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ഏതൊരാൾക്കും യാതൊരുവിധ തടസ്സവുമില്ലാതെ പൗരത്വത്തിന് അർഹതയുണ്ടെന്നും അത് കേവലം ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ മാറ്റാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട 14-ാം ഭരണഘടനാ ഭേദഗതിയാണ് ജന്മാവകാശ പൗരത്വത്തിന് നിയമപരമായി പരിരക്ഷ നൽകുന്നത്. വളരെ ഇടുങ്ങിയ ചില അപവാദങ്ങൾ ഒഴിച്ചാൽ US മണ്ണിൽ ജനിക്കുന്ന ഏതൊരു കുട്ടിക്കും പൗരത്വം നൽകുന്നത് ഭരണഘടനാപരമായ ഗ്യാരണ്ടിയാണ്. ഇത് തിരുത്തണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി തന്നെ വേണമെന്നും അല്ലാതെ പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് നടപ്പിലാക്കാൻ കഴിയില്ലെന്നും കോടതി അടിവരയിട്ടു പറഞ്ഞു. എന്തുകൊണ്ട് ഈ വിധി ഇന്ത്യക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്നു? നമുക്ക് നോക്കാം. അമേരിക്കയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന കുടിയേറ്റ സമൂഹങ്ങളിൽ ഒന്നാണ് ഇന്ത്യക്കാർ. അവരിൽ ഭൂരിഭാഗവും H-1B വർക്ക് വിസ, L-1 കമ്പനി ട്രാൻസ്ഫർ വിസ, F-1 സ്റ്റുഡന്റ് വിസ എന്നിവയിലാണ് അവിടെ ജീവിക്കുന്നത്. ഈ വിധി ഇന്ത്യക്കാരെ സ്വാധീനിക്കുന്ന ഒന്നാണെന്ന് പറയുന്നതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത് ഗ്രീൻ കാർഡ് കാത്തിരിക്കുന്നവരുടെ ആശങ്ക മാറിക്കഴിഞ്ഞു എന്നതാണ്. നിലവിൽ 10 ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്നത്. കടുത്ത ബാക്ക്ലോഗുകൾ കാരണം പലർക്കും വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നു. തങ്ങളുടെ ഗ്രീൻ കാർഡ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് മുൻപ് ജനിക്കുന്ന കുട്ടികളുടെ പൗരത്വം ട്രംപിന്റെ ഉത്തരവിലൂടെ ഇല്ലാതാകുമോ എന്ന ഭീതിയിലായിരുന്നു ഇന്ത്യൻ ദമ്പതികൾ. എന്നാൽ കോടതി വിധി വന്നതോടെ മാതാപിതാക്കളുടെ ഗ്രീൻ കാർഡ് സ്റ്റേറ്റസ് എന്തു തന്നെ ആയാലും US-ൽ ജനിക്കുന്ന കുട്ടികൾക്ക് US പൗരത്വവും പാസ്പോർട്ടും നിയമപരമായി തന്നെ ഉറപ്പായും ലഭിക്കും. അടുത്തത് താൽക്കാലിക വിസക്കാരുടെ മക്കളുടെ സുരക്ഷിതത്വമാണ്. H-1B വിസയിലുള്ള പ്രൊഫഷണലുകളുടെയോ F-1 വിസയിലുള്ള ഗവേഷകരുടെയോ കുട്ടികൾ അമേരിക്കയിൽ ജനിക്കുന്നതിലൂടെ ആജീവനാന്തം അവിടെ ജീവിക്കാനും പഠിക്കാനുമുള്ള അവകാശം ലഭിക്കും. ഇനി എപ്പോഴെങ്കിലും മാതാപിതാക്കളുടെ വിസ കാലാവധി തീർന്ന് അവർക്ക് ഇന്ത്യയിലേക്ക് മടങ്ങി വരേണ്ടി വന്നാൽ പോലും കുട്ടികൾക്ക് US പൗരന്മാരായി അവിടെ തുടരാൻ സാധിക്കും. അടുത്തത് അനധികൃത കുടിയേറ്റക്കാരുടെ കുട്ടികൾക്കും സംരക്ഷണം നൽകുന്നു എന്നതാണ്. നിയമപരമായ വിസയില്ലാതെ US-ൽ കഴിയുന്ന ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ കുട്ടികൾക്കും ഈ വിധി തുല്യ പരിരക്ഷ നൽകുന്നു. ട്രംപിന്റെ ഭരണകൂടം ലക്ഷ്യം വെച്ച പ്രധാന വിഭാഗവും ഇത് തന്നെയായിരുന്നു. എന്നാൽ കോടതി മനുഷ്യത്വപരമായ ഈ അവകാശം സംരക്ഷിച്ചു. US സുപ്രീം കോടതിയുടെ ഈ വിധി കേവലം ഒരു നിയമപരമായ പ്രഖ്യാപനമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരുടെ മനുഷ്യാവകാശങ്ങളുടെയും തുല്യതയുടെയും വിജയമാണ് എന്ന് തന്നെ പറയാം. കുടിയേറ്റക്കാരുടെ അധ്വാനത്തിൽ പടുത്തുയർത്തപ്പെട്ട അമേരിക്ക എന്ന രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ ഇത് വീണ്ടും ശക്തമാക്കുന്നു. തങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാണെന്ന ബോധ്യം ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ കൂടുതൽ സ്ഥിരതയും ഈ വിധി നൽകുന്നു എന്ന് തന്നെ പറയാം.